ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരുന്ന തൊണ്ടി മുതൽ പൊരുത്തക്കേടുകൾ ഭയങ്കരമാണ്. അവരുടെ മൊഴികളിൽ തന്നെയുള്ള പൊരുത്തക്കേടുകളുണ്ട്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നടത്തിയ തെളിവെടുപ്പുകളിലെല്ലാം ഇവിടെ കൃത്യമായിട്ടുള്ള മൊഴികൾ ലഭിക്കുന്നുണ്ട്. ഉന്നതരിലേക്ക് എത്തുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പക്ഷേ അവിടെയൊക്കെ അതിനൊക്കെ അപ്പുറം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രീ ഹിസ്റ്ററി പരിശോധിച്ചപ്പോഴത്തേനും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ ഭാര്യയുടെ മരണമടക്കം ദുരൂഹത ഉണ്ടാക്കുന്നതാണ്. ആ മരണത്തിൽ അന്വേഷണം അടക്കം നടക്കുന്നുണ്ട്. എൻ്റെ പോയിന്റ് ഇത്രയാണ്, അങ്ങനെ അന്വേഷണം നടക്കുന്ന ഒരു ദുരൂഹ മരണത്തിന് കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്. എന്തു തോന്നുന്നു താങ്കൾക്ക്? ഇവിടെ തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ ഇപ്രകാരമുള്ള ഒരാൾ അല്ലെങ്കിൽ ആ അന്വേഷണം എങ്ങും പൂർണ്ണതയിലെത്തിയില്ല. പൂർണ്ണതയിലെത്തിയാൽ മാത്രമാണ് നമുക്കത് അദ്ദേഹം ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒരു കേസ് അന്വേഷണം നടക്കുന്നു എന്നത് തന്നെ ഒരു ദുരൂഹമായതുകൊണ്ടാണല്ലോ. ഒരു സാധാരണ മരണമായിരുന്നുവെങ്കിൽ അതൊരു അന്വേഷണത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് സാമാന്യവൽക്കരിക്കപ്പെട്ടൊരു നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായും അദ്ദേഹം അത്തരത്തിലൊരു പശ്ചാത്തലമുള്ള ആളാണ് എന്ന് നമുക്ക് ഭംഗ്യന്തരേണ അല്ല അക്ഷന്തീപിയുമായി തന്നെ പറയേണ്ടി വരും. ശബരിമല തന്നെ ഇദ്ദേഹം എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അവിടുത്തെ കീഴ്ശാന്തി എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം ഒരു പരികർമ്മിയാണ്. പരികർമ്മി കീഴ്ശാന്തികളെ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ കോടതി പ്രത്യേകമായി നിഷ്കർഷിച്ചിട്ടുമുണ്ട്. അവർ കീഴ്ശാന്തിയായി എടുക്കുന്നവർക്ക് ചില ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം അവിടുത്തെ കീഴ്ശാന്തിയുമല്ല. അങ്ങനെയുള്ള ഇദ്ദേഹം ഈ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു പെട്ടി പിടിക്കുന്ന ഒരാൾ എന്നൊരു വാക്ക് നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ കേൾക്കുന്ന ഒരു വാക്കാണ്, പെട്ടി പിടിക്കുന്നയാൾ. അതെ. അപ്പോൾ അതുപോലെ ഇവിടെ ശബരിമലത്തെ മുതൽ കക്കണം എന്ന ധാരണയുള്ള, അത് ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ രാഷ്ട്രീയക്കാരായിക്കൊള്ളട്ടെ ആരും ആയിക്കൊള്ളട്ടെ, അവർക്ക് ഒരാളുടെ സഹായം വേണം. അങ്ങനെ നിയോഗിക്കപ്പെട്ട, നമ്മൾ രാഷ്ട്രീയത്തിൽ പെട്ടുപിടിക്കുന്നു എന്ന് പറയുന്നത് പോലെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഒരു വല്ലാത്ത പേരാണ്, ഉണ്ണികൃഷ്ണൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ കൃഷ്ണൻ ഇങ്ങനെയുള്ള ലീലകളൊക്കെ കാണിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ചില ലീലകൾ കാണിക്കുന്നു എന്ന് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ആർക്കാണോ ഇതെല്ലാം മുതലെല്ലാം കട്ടുകൊണ്ട് പോകേണ്ടത്, ആ കട്ടുകൊണ്ട് പോകണം എന്നുള്ളവർ ഒരാളെ നിയോഗിക്കപ്പെട്ടു. അപ്പോൾ അവിടെ വരുന്നവരെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമുക്കറിയാം, ഈ മറ്റുള്ള സ്റ്റേറ്റുകളിൽ, അതായത് കേരളം വിട്ട് തമിഴ്നാട്ട് മുതൽ അങ്ങോട്ട് ഉള്ള സ്റ്റേറ്റുകളിൽ നടത്തുന്ന ബിസിനസ്സുകളിൽ ശബരിമല അയ്യപ്പനും ഒരു പാർട്ട്ണറാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ശബരിമല അയ്യപ്പനെയും ഒരു പാർട്ട്ണറാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ ഷെയർ മാറ്റിവെക്കും. ഈ ഷെയർ മാറ്റിവെക്കുന്നത് ഈ രൂപ അല്ലെങ്കിൽ നാണയം മാത്രമല്ല. മലയാളികളാണ് ഈ 1 രൂപയൊക്കെ കൊണ്ട് നടക്കിടാൻ പോകുന്നത്. അവരങ്ങനെയല്ല ചെയ്യുന്നത്. അത് ജൂവലറിയൊക്കെ നടത്തുന്നവരാണെങ്കിൽ സ്വർണം, ഈ കോയിൻസ് ആണ് പലപ്പോഴും ഇവർ ഇതിൻ്റെ ഭാഗമായി മാറ്റിവെക്കുക. അപ്പോൾ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇതിൽ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പം അത്ര കണ്ട് ഈ മലയാളികൾക്ക് വിശ്വാസമില്ല എന്നുള്ളതല്ല, മറ്റുള്ള സ്റ്റേറ്റുകാർ അത്രയധികം വിശ്വാസത്തോടുകൂടി കാണുന്ന ഒരു അമ്പലത്തിൻ്റെ നാൾ വഴികളാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്ര പരിപാവനമായ ഒരു ക്ഷേത്രത്തിലെ ഇപ്പോൾ വരുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ, ഒരു അത്താഴപ്പട്ടിണിക്കാരനായ ഒരു കള്ളൻ ഈ ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ ഭണ്ഡാരപ്പെട്ടി അടിച്ചുകൊണ്ടുപോയി അതിലെ ചില്ലറകൾ എണ്ണി മാറ്റി അയാളേതാ കണ്ടെടുത്ത് അദ്ദേഹം 100,000 ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ ആ ലാഘവത്തോടു കൂടിയാണോ ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അങ്ങ് ചോദിച്ചതുപോലെ ഈ തൊണ്ടി മുതലിൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നു, ഇവര് അടർത്തിയെടുത്ത് മാറ്റിയ, അതായത് ഇതിൽ ചേർക്കാതെ വെച്ചിരുന്ന സ്വർണം എത്ര ഗ്രാമാണോ ആ ഗ്രാം സ്വർണം ഇപ്പോഴും ഭദ്രമായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് ഇതുവരെയും അവര് ഓർണമെന്റ്സ് ആക്കി മാറ്റിയില്ല, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്കും അത് വക മാറ്റാതെ സുരക്ഷിതമായി വച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്തുള്ള വിഡ്ഢിത്തരം അങ്ങ് സൂചിപ്പിച്ചത് ഈ കേസ് അന്വേഷണം, അല്ലെങ്കിൽ ഇവർ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതാ കുറച്ചു നാളധികം പുറത്തുണ്ടായിരുന്നല്ലോ, ഒരാഴ്ചയോടെ ഇദ്ദേഹം പുറത്തുണ്ടായിരുന്നു, എന്നെ ആരും ഒന്നും ചെയ്യില്ല, ഞാൻ സത്യസന്ധനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന നാൾ വഴികളുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ബാംഗ്ലൂരുള്ള ജുവലറിൽ അടക്കം ഇദ്ദേഹം മെസ്സേജ് കൊടുത്തു വേണമല്ലോ, അപ്പൊ നിങ്ങൾ എത്ര ഗ്രാം തൂക്കി മാറ്റി വെച്ചിരിക്കൂ, കണ്ടെത്താൻ വരികയാണ്, അപ്പൊ ഞാൻ ഇന്നടത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അതെടുത്തുകൊണ്ട് പോകാം എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞു വെച്ച് എടുത്തതുപോലെ ആവുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അങ്ങ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെ ഇപ്പോൾ രാഘുലീശ്വർ എന്ന് പറയുന്ന ഒരാളുണ്ട്, നിരീക്ഷകനായിട്ടും ഒക്കെ വരുന്നുണ്ട്, തന്ത്ര കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു നാൾ ചോദിച്ചു, ഇവിടെ ഹിന്ദു ഉണരേണ്ടതില്ലേ, അല്ലെങ്കിൽ ഉണരു ഹിന്ദു, നിങ്ങൾ എവിടെ പോയിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ ഹൈന്ദവരുടെ അട്ടിപ്പേർ അവകാശം വഹിക്കുന്നവരെ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നൊരു വലിയ ചോദ്യം സാധാരണക്കാരുടെ ഇടയിലേക്ക് വരികയാണ്. അത് ഭംഗ്യന്തരേണ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ പറയുകയല്ല, പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ ഈ ഒരു സബ്ജക്റ്റിനെ എങ്ങനെ കാണുന്നു എന്നത് വലിയൊരു ചോദ്യമായി വിശ്വാസികളുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത്രയും പരിപാവനമായ ഒരു അമ്പലം, അങ്ങേക്കറിയാം 1986 അവിടെ ശങ്കരൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ അല്ലെ, അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ്, ഒരു നൃത്തം അവിടെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ കോലാഹലങ്ങൾ നമുക്കറിയാം. പിന്നീട് ഒരു സിനിമാ താരം ഈ ബിംബത്തെ തൊട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള വിവാദങ്ങൾ അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിവാദത്തിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്കുണ്ടാക്കിയ ഒരു വിവാദം പോലും ഈ ഒരു പരിപാവനത്വം പറയുന്ന ഈ അമ്പലത്തിൽ നിന്നും, അതായത് ഇതിനെ ഏൽപ്പിച്ചിരിക്കുന്ന കമ്പനി പറയുന്ന എന്താണ്, പണ്ടത്തെ ചെമ്പ് നമുക്ക് വകമാറ്റിയെടുക്കാൻ പറ്റില്ല, പുതിയ ചെമ്പാണെങ്കിൽ മാത്രമേ അതിന് വേർതിരിച്ചെടുക്കാൻ കഴിയുള്ളൂ. എന്ത് വിഡ്ഢിത്തരങ്ങളാണ് ഈ പറയുന്നത് അല്ലേ? നമ്മൾ ശാസ്ത്രലോകത്ത് ജീവിക്കുന്നവരോടാണ് പറയുന്നത്, പണ്ടത്തെ ചെമ്പ് ഉരുക്കി മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്, പുതിയ ചെമ്പായാലേ അത് ഉരുക്കി മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള എന്തെല്ലാം തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഈ പോറ്റിയുടെ മൊഴികൾ എവിടേക്കൊക്കെ എത്തും എന്നുള്ളതാണ്. അവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഞാൻ വിശ്വാസി കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. വളരെ വിവാദമുണ്ടായ ഒരു കാര്യമാണ്. അന്ന് ഈ മറ്റു കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടി ഇദ്ദേഹത്തിന്റെ മേക്കെട്ട് കയറി ഒരു സമയമുണ്ട്. അദ്ദേഹം അവിടെ ഇരിക്കുന്ന പീഠവും അവിടെ ഇരിക്കുന്ന മറ്റ് സാമഗ്രികളൊക്കെ സ്വർണം പൂശാൻ ഏൽപ്പിക്കുന്നവരാണ്. മോനെ വാ, ഇവിടെ ഒരു പീഠം ഇരിപ്പുണ്ട്, അതിലൊക്കെ സ്വർണം പൂശണം, അത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം, അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തുകൊണ്ട് പോവുക. ഇനി നമ്മൾ മറ്റൊരു കേസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ സ്ട്രോങ് റൂമുകളിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിന് നിയോഗിക്കപ്പെട്ടവർക്ക് മാത്രമേ അതിൻ്റെ കീ കിട്ടുകയുള്ളൂ, അവർക്ക് മാത്രമേ അതിനെ പരിശോധിക്കാൻ കഴിയുള്ളൂ. കോടതി അവിടെ പരിശോധന നടത്തുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ ഭംഗിയുള്ള ഒരു സാധനം ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്, അത് നമുക്ക് എടുത്തുകൊണ്ട് പോയി അതിന് സ്വർണം പൂശുക അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം എങ്ങനെ മറ്റാർക്കും പ്രവേശനമില്ലാതെ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം കയറാൻ കഴിയുന്ന സ്ഥലത്തുള്ള സാധനങ്ങൾ ഇദ്ദേഹം എങ്ങനെ കണ്ടു? ഇനി അതിലും ഇതാണ്, സ്പോൺസർക്കാണ് ഇതിന്റെ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് സ്വർണമാണോ എന്ന തീരുമാനം എടുക്കാൻ കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നത് പോലെയല്ല ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ദുരൂഹത, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ചുരുൾ അഴിയുമോ എന്നറിയില്ല. ഈ അഴിയും തോറും ഇത് കുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് എല്ലാ കേസുകളും ഈ സ്പോൺസറായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ മറ്റൊരു കക്ഷിയുണ്ട്, ഒരു ജുവലറി പറയും പോലെ ജുവലറി പുള്ളി തുറന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയോ എവിടെയൊക്കെയോ അല്ലെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഇതിന്റെ വ്യാപനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി
ഈ നമ്മൾ പറഞ്ഞല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരു പരികർമ്മിയായി നിൽക്കുന്നു. അവിടെ വരുന്ന ഇപ്പോ ശബരിമല ഒരു കാര്യമുണ്ട്, തന്ത്രിയെയും അവിടെയുള്ള ഈ പോറ്റിമാരെയൊക്കെ ചെന്ന് നേരിട്ട് കണ്ട് ഈ കാലിൽ തൊട്ട് വന്നിക്കുന്നു, കിഴിക്കെട്ട് വെച്ചിട്ടാണ്. ഞാൻ ശബരിമല പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് ആ കാര്യം. ഞാൻ ഈ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം പടി ചവിട്ടാൻ പോയ സമയമുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മയും വിളിച്ചുകൊണ്ട് ഈ തന്ത്രിയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവർ കിഴിക്കെട്ടുകൾ, അതായത് ഈ ഭഗവാന്റെ അടുത്ത് കൊടുക്കുന്നത് പോലെ അത്രയും വലുതല്ല എങ്കിലും ഒരു ചെറിയ കിഴിയൊക്കെ അവിടെ കൊടുത്തുകൊണ്ട്, അപ്പൊ അങ്ങനെയുള്ളവർ ആരാണ് ഈ വരുന്ന തരത്തിലുള്ള വ്യവസായികളെ അല്ലെങ്കിൽ അവിടെ വരുന്ന പ്രമുഖരെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇടനിലക്കാരനായിട്ടാണ് ഇയാളെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, അതായത് ഒരു പക്ഷേ ഈ അങ്ങ് പറയുന്നത് പോലെ ഈ ഭാര്യാമരണത്തിൽ ദുരൂഹത ആരോപിക്കപ്പെടുന്ന ഈ ക്രിമിനലിനെ അവിടെ നിയോഗിച്ചിരിക്കുന്നത് അങ്ങനെയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ചിലപ്പോൾ അത്ര തന്നെയാണ് കാണേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു ഒരു ക്രിമിനൽ ബുദ്ധി ഒളിഞ്ഞിരിപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ മോഷണം ചെയ്യാൻ കഴിഞ്ഞത്. മോഷണം ചെയ്യാൻ, പക്ഷെ ഈ മോഷണം ചെയ്യാൻ ഇയാളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ, ഇയാൾ ഈ പറയുന്ന പോലെ സ്വർണവും പണവുമായിട്ട് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ നടക്കുമ്പോൾ വീടുകളിൽ തന്നെ പല പണക്കെട്ടുകൾ കിട്ടുന്നുണ്ട്, സ്വർണ്ണ നാണയത്തുട്ടുകൾ കിട്ടുന്നുണ്ട്, ഇങ്ങനെ പലതും ലഭിക്കുന്നുണ്ട്. കൂടാതെയാണ് ഈ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല വസ്തു കച്ചവടം നടത്തുന്നുണ്ട്, വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ട്. ഈ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുമ്പോഴും മറ്റു ചിലരിൽ നിന്ന് തുച്ഛമായ തുക കടം വാങ്ങിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില ക്രിമിനൽ ആക്ടിവിറ്റീസ് മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തി കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള കാര്യത്തിൽ ഇതിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ ഈ വരുന്ന ധനാഢ്യന്മാരെ, അമ്പലങ്ങളിലേക്ക് എത്തപ്പെടുന്ന ധനാഢ്യന്മാരെ കണ്ടെത്തുകയും അവരെ തൻ്റെ പാട്ടിലാക്കുകയും അവർക്ക് ദർശന സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഇവരുടെ ഇടയിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഈ പാളികളുമായിട്ട് ഇവരുടെ വീടുകളിലേക്ക് എത്തപ്പെടുകയും ആ വീടുകളിൽ അവരോട് പറയുന്നത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐശ്വര്യം എന്ന് പറഞ്ഞതിന് ശേഷമാണ് 10-25 ലക്ഷം വീതം വാങ്ങി കോടികൾ സമ്പാദിക്കുകയാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ സമ്പാദിക്കുമ്പോഴും ഇത് കൊണ്ടുപോയി നമുക്കറിയാലോ 39 ദിവസത്തിന് ശേഷമാണ് ഇത് ചെന്നൈയിലെത്തിയത്. അപ്പോൾ ഇത്രയും ദിവസം ഇത് ആരെയൊക്കെ കാണിച്ചു, എവിടെയൊക്കെ കാണിച്ചു, എവിടുന്നൊക്കെ ലക്ഷങ്ങൾ സമ്പാദിച്ചു, കോടികൾ സമ്പാദിച്ചു. ആ കോടികൾ സമ്പാദിക്കുമ്പോൾ ഇത് കൊണ്ടുപോയി പോകാൻ സമ്മതിക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥർ, അതിൻ്റെ മുകൾ തട്ടിലുള്ളവർ, ഇവരൊക്കെ ഇതിനകത്ത് ഭാഗമാക്കല്ലേ. ഇതിനകത്ത് ഇനി പിടിക്കപ്പെടേണ്ടത്, അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവർ ആരൊക്കെയാണ്? അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഒരു ഇടനിലക്കാരൻ എന്നുള്ള രീതിയിലാണ് ഇയാളെ അവിടെ നിയോഗിക്കപ്പെട്ടത്. അപ്പോൾ ഇയാളെ ഒരു ഇടനിലക്കാരനായിട്ടോ അല്ലെങ്കിൽ ശബരിമല പോലെയുള്ള ഒരു അമ്പലത്തിൽ ഇങ്ങനെ ഒരാളെ സർവ്വവിധ സ്വാതന്ത്ര്യത്തോടും കൂടി, അതായത് സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന സാധനം, അതായത് പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ കയറി അവിടെ പരിശോധിക്കപ്പെടുകയും അവിടെ വെക്കുകയും ചെയ്യുന്ന സാധനം, ഇന്ന സാധനം ഇരിപ്പുണ്ട് എന്ന് പറയാൻ പറ്റിയ തരത്തിൽ, അതായത് നമ്മുടെ പഴയ തറവാടുകളിലൊക്കെ ഒരു താക്കോൽ കൂട്ടമുണ്ടല്ലോ, അപ്പോൾ ഈ താക്കോൽ കൂട്ടം ഈ കള്ളനെയും കൂടി ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇദ്ദേഹം റിയൽ എസ്റ്റേറ്റ് അങ്ങ് പറയുന്നത് പോലെ ഈ വട്ടിപ്പലിശ ഈ പ്രമാണമൊക്കെ വാങ്ങി വെച്ചിട്ട് ഈ തൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ആ സമ്പ്രദായത്തിലേക്ക് വരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കടന്നിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക്. കോടിക്കണക്കിന് പങ്കുപറ്റിയവരുണ്ടല്ലോ. തീർച്ചയായും ഉണ്ട്. അത് തന്നെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ദേവൻ കൂടിയാണ്, അതുകൊണ്ട് ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞെടുത്ത മുതൽ അദ്ദേഹം നിഷ്പക്ഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട് ഇത് എൻ്റെ ഭരണകാലത്തല്ല. അപ്പൊ അന്നും ഭരിച്ചിരുന്നത് ആരാണ് എന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇനിയും നമുക്ക് ഈ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ മുരാരി ബാബുവിലോ മാത്രമേ ഇത് ഒതുങ്ങുന്നതല്ല. ഇനി അതുപോലെ തന്നെ സുധീഷ് കുമാർ എന്ന് പറഞ്ഞൊരു എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, അയാളും അറസ്റ്റിലേക്ക് പോവുകയാണ്. അടുത്തതാര്, ഇവരൊന്നും അല്ലാതെ അടുത്തതാര് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ശ്രീ? ഇപ്പൊ ഇവിടെ എല്ലാ കേസുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ വമ്പന്മാരിലേക്ക് സ്ത്രീ പീഡന കേസുകൾ എത്രയോ ഉണ്ടായിട്ടുണ്ട് അല്ലെ. പലരും കോടതി നിരപരാധികളെന്ന് തെളിയിക്കപ്പെട്ടവരുമുണ്ട്, അത് വേറെ സത്യം. പക്ഷേ ആ പീഡന കേസ് പോലെ അതായത് കള്ളത്തരങ്ങൾ എന്ത് തന്നെ ചെയ്താലും അതൊരു പ്രത്യേക വിഭാഗത്തിലേക്ക് ഒതുങ്ങി. കാര്യം ഇവരുടെ കീഴിലാണല്ലോ ഈ വിജിലൻസും എല്ലാം വരുന്നത്. എപ്പോഴും ജനപ്രതിനിധികൾ അവിടെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലും അത് തന്നെ സംഭവിക്കും. ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇതിനകത്തും അത്തരത്തിലുള്ള ഇവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇപ്പോൾ ഉള്ള നിലപാട്
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാധാരണ ഒരു കള്ളൻ അത്താഴപ്പട്ടിണിക്കാരൻ ഒരു ഭണ്ഡാരം എടുത്ത് കുത്തി തുറന്ന് അതിലെ നാണയത്തുട്ടുകൾ ശേഖരിക്കുന്നത് പോലെയുള്ള ഒരു കളവ് മാത്രമാണ് ഇത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ദിവസവുമുള്ള നീക്കം കണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്തുള്ള ഉന്നതന്മാരിലേക്ക് ഇത് കേസ് എത്തുമോ എന്നൊരു ആശങ്ക വ്യക്തിപരമായി എനിക്കുണ്ട്. എത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.